നമസ്കാരം, ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. അനന്തപുരിയുടെ സമരനായകൻ, അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ഇടത് സർക്കാരിനും രാജ്യത്തെ ഭരിച്ചു മുടിക്കുന്ന NDA സർക്കാരിനുമെതിരെയുള്ള സമരങ്ങളിലെ മുൻനിര പോരാളി. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച 15 പട്ടികയിലെ പ്രധാനി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ നേമം ഷജീർ. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള നേമം വാർഡിലാണ് ഷജീർ ജനവിധി തേടുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ നേരിട്ട് മത്സര രംഗത്തെത്തുന്നത് യുവ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് ജനങ്ങൾക്കായി മുദ്രാവാക്യം വിളിച്ച നേമം ഷജീർ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് മുട്ടുവിറയ്ക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേമത്ത് ഇതിലും നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ ഇറക്കാനില്ലെന്നതാണ് എല്ലാവരും ഒന്നടങ്കം പറയുന്നത്. വർഗീയതയോടും നവനാസിത്വത്തോടും പോരാടാൻ ഷജീറിനെ പോലെയുള്ള നേതാക്കൾ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള ആദ്യ തുടക്കമാകും നടക്കാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ പൊന്നുമംഗലം വാർഡിൽ നിന്നും ജനവിധി തേടിയ ഷജീർ ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്. എന്നാൽ ഇത്തവണ ഷജീറിനെ നേമം വാർഡിൽ നിന്നാണ് കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. നേരത്തെ മത്സരിച്ച പൊന്നുമംഗലവും നിലവിൽ മത്സരിക്കുന്ന നേമവും കഴിഞ്ഞ 10 വർഷത്തിലേറെ BJP വിജയിക്കുന്ന വാർഡുകളാണ്. ഇവിടുത്തെ BJPയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഷജീറിന് അനുകൂലമാകുമെന്നാണ് പാർട്ടിയുടെ നിരീക്ഷണം. തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുപക്ഷത്തെയും BJPയെയും ഒരുപോലെ ചേർത്ത് തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ഷജീറിനെ മുന്നിലിറക്കിയിരിക്കുന്നത്. തലസ്ഥാനത്ത് നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, നിരവധി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, ജില്ലയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്ന ഷജീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് യുവജനങ്ങൾക്ക് കൂടുതലായി പരിഗണന നൽകുന്നു എന്നതിന്റെ തെളിവാണ്. നിലവിൽ നേമം ഷജീറിന്റെ പേരിൽ 250-ലധികം കേസുകളുണ്ടെന്നാണ് വിവരം. എന്നാൽ എല്ലാം സർക്കാരിനെതിരെ സമരം ചെയ്തതിനാണെന്ന് മാത്രം. അതായത് ഇടത് സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പ്രതികരിച്ചതിന് കിട്ടിയ പാരിതോഷികം. തലസ്ഥാന നഗരിയിൽ ജനകീയ വിഷയങ്ങൾക്കായി സമരങ്ങളുടെ പോർമുഖം തുറന്ന ശക്തനായ പ്രവർത്തകൻ ഷജീറിന്റെ നേതൃപാടവം സംഘടനാ പ്രവർത്തനങ്ങളിൽ തെളിയിച്ചതാണ്. ആയിരക്കണക്കിന് സ്നേഹപ്പൊതികളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ RCCയിലും മറ്റ് ആശുപത്രി പരിസരങ്ങളിലും നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇതേ ഷജീറാണ്. പൊതുപ്രവർത്തനത്തിന് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിനെ പരുവപ്പെടുത്തിയെടുത്ത ദീർഘവീക്ഷണമുള്ള നേതാവാണ് ഷജീർ. ഊർജ്ജസ്വലമായ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷജീറിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കേവലം തിരുവനന്തപുരത്തും കേരളത്തിലും മാത്രമല്ല, അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കേന്ദ്രത്തിലും ഷജീറിനെ പോലൊരു നേതാവിന്റെ ശബ്ദം ഉയരണം. അതിനുള്ള തുടക്കമാകും ഒരുപക്ഷെ ഇത്തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളെക്കാൾ വളരെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണ രംഗത്ത് കോൺഗ്രസ് വ്യക്തമായ മുൻതൂക്കം നേടിക്കഴിഞ്ഞു. മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പല വാർഡുകളിലും വീടുകയറിയുള്ള പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ ഈ നീക്കം പ്രതിപക്ഷത്തിന് സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം തീപാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്തവണത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഓരോ സ്ഥാനാർത്ഥിയും മികച്ച പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ സമരങ്ങളിലൂടെയും കരുത്തു തെളിയിച്ചവരാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.